ഇന്നു മുതൽ നമുക്ക് എല്ലാ PSC പരീക്ഷകൾക്കും ഉപയോഗപ്രദമാവുന്ന PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെയിലി 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻസും അവയോടനുബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമാണ് ഈ ഒരു സീരീസിൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. അപ്പോൾ ഓപ്ഷനിൽ നെയ്യാർ, കരമനയാർ, പെരിയാർ, ചാലിയാർ എന്നീ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? നെയ്യാർ. അപ്പോൾ തെക്കേ അറ്റത്തുള്ള നദി പഠിച്ചു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ എത്ര കിലോമീറ്ററാണ് നീളം? 16 കിലോമീറ്ററാണ് നീളം. അപ്പോൾ ഒരു പുഴ നദിയായി പരിഗണിക്കുന്നത് എത്ര കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകുമ്പോഴാണ്? 15 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകുമ്പോഴാണ് ഒരു പുഴ നദിയായിട്ട് പരിഗണിക്കുന്നത്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണമാണ് 44. കേരളത്തിൽ 100 കിലോമീറ്റർ കൂടുതൽ ദൂരം ഒഴുകുന്ന നദികളുടെ എണ്ണമാണ് 11. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. എത്രയാണ് നീളം? 244 കിലോമീറ്റർ. രണ്ടാം സ്ഥാനത്തുള്ളത് ഭാരതപ്പുഴയാണ്, 209 കിലോമീറ്റർ. ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. അപ്പം ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഇനി ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയം എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മഞ്ഞിൻ്റെ വീട് എന്നാണ്. ഹിമാലയത്തെയാണ് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. ഡൂൺസ് താഴ്വരകൾ സിവാലിക്കിലാണ് കാണപ്പെടുന്നത്. ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ഹിമാലയൻ ഭാഗമാണ് സിവാലിക്ക്. ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? എങ്ങനെയാണ് ശരിയായ ക്രമം? അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇതാണ് ശരിയായ ക്രമം. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ദെൻ ലോധി വംശം. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് തുഗ്ലക്ക് വംശമാണ്. ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ചത് ഖിൽജി വംശമാണ്. ഇനി 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ടാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിലൂടെ. വില നിയന്ത്രണവും കമ്പോള പരിഷ്കരണവും ഏർപ്പെടുത്തിയത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. വില നിയന്ത്രണവും കമ്പോള പരിഷ്കരണവും ഏർപ്പെടുത്തിയത് അലാവുദ്ദീൻ ഖിൽജി. ബുദ്ധിമാനായ വിഡ്ഢി എന്ന വിശേഷണത്തിന് അർഹനായത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇനി കാർഷിക വികസനത്തിന് വേണ്ടി ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചതും ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന നികുതി ഏർപ്പെടുത്തിയതും ഫിറോസ് ഷാ തുഗ്ലക്കാണ്.
അപ്പൊ ജസിയ എന്ന നികുതി നിർത്തലാക്കിയത് അക്ബറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ്? തുളുവ രാജവംശത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് ഏത് വർഷം? 1336 ആരൊക്കെ ചേർന്നിട്ടാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്? ഹരിഹരൻ, ദെൻ ബുക്കൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപി. ഹംപി എവിടെയാണ്? കർണാടകയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന നഗരം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണഭാഷ തെലുങ്കാണ്. സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്നീ 4 വംശങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തി. ഏതൊക്കെയാണ്? സംഗമ, സാലുവ, തുളുവ, അരവിഡു. ഏറ്റവും പ്രസിദ്ധനായ രാജാവ്, അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് ആരായിരുന്നു? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിന് അറിയപ്പെടുന്ന പേരാണ് അഷ്ടദിഗ്ജങ്ങൾ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അഷ്ടദിഗ്ജങ്ങൾ. കൃഷ്ണദേവരായരുടെ കാലം തെലുങ്ക് സാഹിത്യത്തിലെ സുവർണകാലം എന്ന് അറിയപ്പെട്ടു. ഇനി കൃഷ്ണദേവരായർ രചിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് അമുക്തമാല്യദ്യ, ജാംബവതി കല്യാണം, ഉഷാ പരിണയം. അമുക്തമാലദ്യ, ജാംബവതി കല്യാണം, ഉഷാ പരിണയം. ഇനി കൃഷ്ണദേവരായർ കുറച്ച് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ട ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതനാണ് തെന്നാലി രാമൻ. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം, പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാർ. നായങ്കർ സമ്പ്രദായവുമുണ്ട്, അയ്യങ്കാർ സമ്പ്രദായവുമുണ്ട്. നായങ്കർ സമ്പ്രദായം കേന്ദ്രഭരണം, അയ്യങ്കാർ സമ്പ്രദായം പ്രാദേശിക ഭരണം. ഇനി വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനം ആരംഭിക്കുന്നത് 1565 തളിക്കോട്ട യുദ്ധത്തോടെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. അപ്പൊ കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, ഇനി കേരളത്തില് 44 നദികളാണുള്ളത്. അതിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഈ നദികളിലെ ഏറ്റവും വലുത് കബനിയാണ്, ചെറുത് പാമ്പാർ. ഇനി കബനി കർണാടകത്തിലേക്കും ഭവാനി, പാമ്പാർ എന്നിവ തമിഴ്നാട്ടിലേക്കും ഒഴുകുന്നു. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ബാണാസുര സാഗർ ഡാം കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്ന് ഉദ്ഭവിച്ച് 13 കിലോമീറ്റർ ഒഴുകിയ ശേഷം കേരളത്തിൽ എത്തുന്ന നദിയാണ് ഭവാനി. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്ന് ഉദ്ഭവിച്ച് 13 കിലോമീറ്റർ ഒഴുകിയ ശേഷം കേരളത്തിൽ എത്തുന്ന നദിയാണ് ഭവാനി. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? പാമ്പാറിലാണ്. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രം വെള്ളച്ചാട്ടം, ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. അപ്പൊ ശിവസമുദ്രം അതുപോലെ തന്നെ ഹൊഗനക്കൽ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 5 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.